ദയവായി തുടരുക. ശ്രീ PM ആർഷോ, ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളുടെ വാർത്ത അത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലെ ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് CPM-ന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്നതെന്ന് VD സതീശൻ ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം വിശദീകരിക്കണമെന്ന് പറയുന്നു. ഒരു പാർട്ടിയിൽ സ്ഥാനം കിട്ടാൻ, അവസരം കിട്ടാൻ ചൂഷണത്തിന് വിധേയമാകേണ്ടി വരുന്നു എന്ന ഏറ്റവും ഗുരുതരമായ വിഷയം ഉണ്ട്. അപ്പോൾ തന്നെയും പവർ ഗ്രൂപ്പ് എന്ന ഒരു കാര്യമെടുത്ത് നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ ഒരു അവസരം എന്ന നിലയിലാണോ നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്? അതാണോ സെക്രട്ടറി ഉദ്ദേശിച്ചത്? നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തുകൊണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനകത്തെ വിശദാംശങ്ങളെ സംബന്ധിച്ച് അതിന്റെ തുടർച്ചയിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കേസുകൾ, ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ ഇന്ന് രാജ്യമാകെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. സ്വാഭാവികമായും ചലച്ചിത്ര മേഖലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗൗരവ സ്വഭാവത്തിൽ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല, ഒരു തൊഴിലിടത്തിലും ഈ നിലയിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള പൊതു നിലപാടിലേക്ക് നമ്മളെല്ലാവരും എത്തുകയും അത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള നിയമ നടപടി, മറ്റ് ഇടപെടലുകളൊക്കെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. സ്വാഭാവികമായും നമ്മളൊക്കെ കരുതുന്നത് ആ നിലയിൽ ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെ വിവിധ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ആ നിലയിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വവും പങ്കും സാമൂഹിക ഇടപെടലും നടത്താൻ വേണ്ടി കഴിയും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലുള്ള ഇടപെടൽ സ്വാഭാവികമായും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ ന്യൂസ് 18 ചാനലിനകത്ത് ഇന്റർവ്യൂ വരുന്നു. അതിന്റെ തുടർച്ചയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മുടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വാർത്തകൾ, വിവിധ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാല കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ഉൾപ്പെടെ നേതാക്കളെ സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഈ മണിക്കൂറുകളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനു മുൻപും ഇവ നേരത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. സ്വാഭാവികമായി ഈ ഗൗരവകരമായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നത് ഞാനിപ്പോ ഇതിനകത്ത് ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ ആവർത്തിക്കുന്നതിന് വേണ്ടിയോ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടിയോ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നേരത്തെ എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് പോലുള്ള പവർ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്, ഉയർത്തിയിട്ടുള്ളത് പോലുള്ള ഗൗരവ സ്വഭാവമുള്ള അലിഗേഷനുകളാണല്ലോ ഈ ഇന്ന് പകൽ മുഴുവൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലയിലുള്ള പവർ ഗ്രൂപ്പ് സംവിധാനങ്ങള്, ഈ നിലയിലുള്ള ചൂഷണങ്ങള് അത് ഒരിടത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് ഒരു നിലയ്ക്കും രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ഈ നിലയിലുള്ള പവർ ഗ്രൂപ്പിനെ ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾക്ക് ഉയർത്തുന്നവരെ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടന പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ ഭരണഘടന ആയിരിക്കുന്ന ഒരാളടക്കം ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും ഈ നിലയിലുള്ള തെറ്റായ പ്രവണതകൾക്കും നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഈ നാടിനെ ആകെ ലജ്ജിപ്പിക്കുന്നതാണ്. വലിയ തിരുത്തലുണ്ടാകേണ്ടതായിട്ടുണ്ട്. പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഗൗരവ സ്വഭാവമുള്ള വലിയ ആരോപണം തന്നെയുമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ N